കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശശി തരൂർ പൂർണ്ണമായും ഒറ്റപ്പെട്ടതായി സൂചന. അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തരൂരിനെ വിമർശിച്ചു രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗമായാണ്. എന്നാൽ ഈ വിമർശനങ്ങളോട് തരൂർ മൗനം പാലിക്കുകയും കോൺഗ്രസിൽ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന് നീക്കമെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തരൂരിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അദ്ദേഹം കേരളത്തിൽ കൂടുതൽ സജീവമാകുമെന്നാണ്. തരൂർ നിലവിൽ മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നീക്കം മുമ്പൊരിക്കൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. കോൺഗ്രസ് വേദികളിൽ തരൂരിന് ഇനി സ്ഥാനം കുറവായിരിക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. ഭാവിയിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണിതെന്നും ആക്ഷേപം സജീവമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനായി തരൂർ ക്യാമ്പ് മത സാമുദായിക സംഘടനകളുടെ പിന്തുണ തേടുകയാണ്. ഇതിന്റെ ഭാഗമായി ജൂലൈ 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CSI മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യാതിഥിയായി ശശി തരൂർ പങ്കെടുക്കും. കൂടാതെ പാലാ രൂപതയുടെ ജൂബിലി സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ജോസ് കെ മാണിക്കുമൊപ്പം വേദി പങ്കിടാനും തരൂർ തയ്യാറെടുക്കുന്നുണ്ട്. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. തരൂരിനെ തുടർന്നുള്ള നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തരൂർ BJP പക്ഷത്തേക്ക് നീങ്ങുന്നത് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ ബാധിക്കുമെന്നതിനാൽ കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ നീക്കങ്ങളെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.